بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉപദേശ കത്ത് മുമ്പോട്ട് പോകുന്നു. അയ്യുഹൽ വലതു മോനെ, ലൗകാനൽ ഇൽമുൽ മുജറദു, വെറും ഇൽമ് കാഫിയൻ ലക, നിന്റെ വിജയത്തിന് മതിയാകുമായിരുന്നു എങ്കിൽ, വലാ തഹ്താജു, നിനക്ക് ആവശ്യമില്ല, ഇലാ അമലിൻ, ഒരമലിലേക്കും, സിവാഹു, ഇൽമല്ലാതെ ഒരു അമലിലേക്കും നിനക്ക് ആവശ്യമില്ല, ഇൽമ കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാകും. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ലക്കാന നിദാഉ ഹൽ മിൻ സായിലിൻ, രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടല്ലോ, ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും പൊറുക്കലിനെ തേടുന്നവരുണ്ടോ, ഹൽ മിൻ തായിബിൻ, ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങുന്നവരുണ്ടോ എന്ന ആ ചോദ്യം ലായൻ, അത് പാഴായി പോയതാകും, ബിലാ ഫായിദിന്റെ ഒരു പ്രയോജനവുമില്ലാതെ. ഇൽമ കൊണ്ട് മാത്രം വിജയം ഉണ്ടാകുമെങ്കിൽ പിന്നെ അള്ളാഹു ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വറുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്ന ജമാഅത്തൻ മിന സഹാബത്തി, സഹാബത്തിൽപ്പെട്ട ഒരു സംഘം, റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, ദക്കറു അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു, ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വെച്ച് അബ്ദുല്ലാഹി ബിൻ ഉമറിനെ അവർ സ്മരിച്ചു. ഫഖാല, അപ്പോൾ അവിടുന്ന് അരുളി, നിഅമർ റജുലു ഹുവ, അബ്ദുള്ള വളരെ നല്ല മനുഷ്യനാണ്. എപ്പോഴും ലൗകാന യുസല്ലി ബില്ലൈലി, രാത്രിയിൽ അദ്ദേഹം നിസ്കരിക്കുമെങ്കിൽ. രാത്രി നിസ്കാരത്തിന് അല്പം മടിയുണ്ടായിരുന്നു തോന്നുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് ഇങ്ങനെ പറഞ്ഞത്. അബ്ദുള്ള രാത്രി നിസ്കരിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ്. അപ്പം നമസ്കാരം, രാത്രിയിലെ നമസ്കാരം ഒരു സാലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണെന്ന് അർത്ഥം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലിറജുലിൻ മിൻ അസ്ഹാബിഹി, അവിടുന്ന് നിന്റെ സഹാബത്തിൽപ്പെട്ട ഒരാളോട്, യാ ഫുലാൻ, എടാ മനുഷ്യ, ലാ തുക്സിരിൻ നൗമ ബില്ലൈൽ, രാത്രിയിലുള്ള നിന്റെ ഉറക്കിനെ നീ വർദ്ധിപ്പിക്കരുത്. കാരണം ഫൈന കസ്റത്തൻ നൗമി ബില്ലൈൽ, രാത്രിയിലുള്ള ഉറക്കത്തിന്റെ വർധനവ്, തദഉ സാഹിബഹു, അതിന്റെ ആളെ, ആ ഉറങ്ങുന്ന വ്യക്തിയെ അത് വിടും, ഉപേക്ഷിക്കും, ഫക്കീറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഫക്കീറായി വിട്ടിട്ട് പോകും. രാത്രിയിലുള്ള കൂടുതലായിട്ടുള്ള ഉറക്കം ഉറങ്ങുന്നയാളെ ഖിയാമത്ത് നാളിൽ ഫക്കീറായി ഉപേക്ഷിച്ചിട്ട് പോകും. അതുകൊണ്ട് രാത്രി ഒരുപാട് ഉറങ്ങരുത്, ഇബാദത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുക എന്നർത്ഥം. അയ്യുഹൽ വലതു മോനെ, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബനി ഇസ്രായേൽ അല്ലാഹ് പറഞ്ഞില്ലേ, വമിനൽ ലൈലി, രാത്രിയുടെ കുറെ സമയത്ത്, ഫതഹജ്ജദ് ബിഹി, നീ ആ രാത്രിയെ ഉറക്കമടക്കി, നാഫിലത്തൻ ലക്, നിനക്കത് നാഫിലത്തായ നിലയിൽ, നിനക്ക് സായിദിയായ ഇബാദത്താണത് താങ്കൾക്ക് എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അരുളി, ഉറക്കമടക്കി. ഇത് അംറുൻ, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പനയാണ്. തഹജ്ജദ് എന്നല്ലേ പറഞ്ഞു, അത് ചെയ്യണ്ടേ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സൂറത്ത് ദാരിയാത്തിൽ അള്ളാഹ് പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ അവരുടെ ഉറക്കം വളരെ കുറവായിരുന്നു. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവര് രാത്രിയിൽ സഹറിന്റെ സമയത്ത് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് അങ്ങനത്തെ മുത്തഖികൾ. അല്ലാഹു തആല അതിനെ എടുത്തു പറഞ്ഞ ശുക്റുൻ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശുക്റാണ്. അതായത് സ്വർഗവാസികൾ, ആ സ്വർഗവാസികളുടെ പ്രവൃത്തികളെ അള്ളാഹു തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ് ഈ വാക്ക്. ഇത് ശുക്റിന്റെ വാക്കാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അസ്ഹാറിൽ പാപമോചനം തേടുന്നവർ, ദിക്റുൻ, അത് അള്ളാഹു അവന്റെ അടിമയെ ഓർക്കലാണത്. മഹാന്റെ മനസ്സിൽ വന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ആദ്യത്തെ അംറാണെന്നുള്ള മനസ്സിലായി. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, മുത്തഖികൾ ജന്നാത്തുൻ നഈമിലായിരിക്കും. കാരണം അവർ ഇന്നഹും കാനൂ ഖബല ദാലിക, മുമ്പ് അവർ വളരെ ഉന്നതന്മാരായിരുന്നു എന്ന് ഉറങ്ങിയിട്ടാണ് അവസാനം പറഞ്ഞത്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ രാത്രിയിൽ ഉറക്കം കുറയ്ക്കുന്നവരാണ്. അതുപോലെ തന്നെ പാതിരാത്രിയിൽ എഴുന്നേറ്റ്
നമസ്കരിക്കുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമാണ്. ആ ഇസ്തിഗ്ഫാറിന്റെ ശുക്റാണ് ഈ ഒരു വാക്ക്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാരി, സഹറുകളിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെന്ന് അല്ലാഹു തആല പറഞ്ഞു. അത് അല്ലാഹു തആല അവരെ ദിക്ർ ചെയ്യലാണ് എന്നാണ് ഇമാം ഗസ്സാലി പറഞ്ഞത്. ഖാല അലൈഹിസ്സലാം, നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അർളി, സലാസത്തു അസ്വാത്തിൻ, 3 ശബ്ദങ്ങൾ, യുഹിബ്ബുഹ അല്ലാഹു തആല, അല്ലാഹു തആല അവകളെ ഇഷ്ടപ്പെടും. ഒന്നാമത്തേത് സൗത്ത് ദീഖി, പൂവൻ കോഴിയുടെ ശബ്ദം, അതിന്റെ കൂകൽ ശബ്ദം അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് നമസ്കാരക്കാരെ ഉറങ്ങുന്നവരെല്ലാം ഉണർത്തുന്നതാണ്. സൗത്തുല്ലദി യഖ്റഉൽ ഖുർആൻ, രണ്ടാമത്തെ ഖുർആൻ ഓതുന്ന വ്യക്തിയുടെ ശബ്ദം. നമുക്ക് ആ ശബ്ദം ഉയർത്താൻ തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ സൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, എഴുന്നേറ്റാഴ സമയങ്ങളിൽ എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ ശബ്ദം. ഖാല സുഫിയാനു സൗരി റഹ്മഹുല്ലാ, സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല, നിശ്ചയം അല്ലാഹു തആല, ഖലഖ റീഹൻ, അവനൊരു കാറ്റിനെ പടച്ചിട്ടുണ്ട്, തഹുബ്ബു ബിൽ അസ്ഹാർ, സഹറിന്റെ സമയത്ത് അടിച്ചു വീശും, തഹ്മിലുൽ അദ്കാറ, ദിക്റുകളെ അത് വഹിച്ചു കൊണ്ടുപോകുമ്പോൾ, ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെയും, ഇലൽ മലിക്കിൽ ജബ്ബാർ, ജബ്ബാറായ രാജാതിരാജനായ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വഹിച്ചുകൊണ്ട് പോകും. കാലായുധം വീണ്ടും അദ്ദേഹം പറഞ്ഞു, സുഫിയാനു സൗരി പറഞ്ഞു, ഇദാകാന അവ്വലുൽ ലൈലി, രാത്രിയുടെ ആരംഭമായി കഴിഞ്ഞാൽ, യുനാദി മുനാദിൻ മിൻ തഹ്തി സമ, രാത്രിയുടെ ആരംഭമായി കഴിഞ്ഞാൽ യുനാദി മുനാദിൻ മിൻ തഹ്തി സമ, മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തൊന്നും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അലാ, അറിയുക, ലിയഖുമിൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്യുന്നവർ എഴുന്നേറ്റ് നമസ്കരിക്കട്ടെ. ഫയഖൂമൂന, അപ്പോൾ അവർ എഴുന്നേറ്റ്, ആ രാത്രിയുടെ ആരംഭം, ഇദാകാന അവ്വലുൽ ലൈൽ, രാത്രിയുടെ ആരംഭമായി കഴിഞ്ഞാൽ, രാത്രിയുടെ ആരംഭ സമയത്ത്, യുനാദി മുനാദി മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തു നിന്ന് വിളിക്കുന്ന ആൾ വിളിച്ചു പറയും, അലാ ലിയഖുമിൽ ആബിദൂൻ, ഇബാദത്ത് ചെയ്യുന്നവർ എഴുന്നേറ്റ് നമസ്കരിക്കട്ടെ. ഫയഖൂമൂന, അവർ എഴുന്നേൽക്കും, വയസല്ലൂന മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിക്കുന്ന അത്രയും അവർ നമസ്കരിക്കും. സുമ്മ, പിന്നീട് യുനാദി മുനാദിൻ ഫി സത്രിൽ ലൈൽ, രാത്രിയുടെ പകുതി ആയി കഴിയുമ്പോൾ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, കുറെ നേരം ഉറങ്ങിക്കോട്ടെന്ന് വെച്ചിട്ട്, അലാ ലിയഖുമിൽ ഖാനിത്തൂൻ, ഖാനിത്തുകൾ, അള്ളാഹുവിലേക്ക് താഴ്മ കാണിച്ച് ഇബാദത്ത് ചെയ്യുന്നവർ, നിന്ന് നമസ്കരിക്കുന്നവർ എന്നർത്ഥം, അവര് എഴുന്നേൽക്കട്ടെ എന്ന് വിളിച്ചു പറയും. ഫയഖൂമൂന, അവരെഴുന്നേറ്റ്, വയസല്ലൂന ഇല സഹരി, സഹറിന്റെ സമയം വരെ അവർ നമസ്കരിക്കും. വൈദാകാന സഹറു, സഹറിന്റെ സമയമായി കഴിഞ്ഞാൽ, നാദാ മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, അലാ ലിയഖുമിൽ മുസ്തഗ്ഫിറൂൻ, പാപമോചനം തേടുന്നവർ അവർ എഴുന്നേറ്റ് നമസ്കരിക്കട്ടെ. ഫയഖൂമൂന വയസ്തഗ്ഫിറൂന. തലഅൽ ഫജ്ർ, ഫജ്ർ ഉദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സമയം പോയി സുബഹിയുടെ സമയമായി കഴിഞ്ഞാൽ, നാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അലാ ലിയഖുമിൽ ഗാഫിലൂൻ, അശ്രദ്ധന്മാരൊക്കെ എഴുന്നേക്കട്ടെ. ഫയഖൂമൂന മിൻ ഫുറുഷിഹിം, അങ്ങനെ സുബഹിക്ക് ശേഷം അവരവരുടെ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കും, കൽ മൗത്ത, മരണപ്പെട്ടവർ എഴുന്നേൽക്കുന്ന പോലെ. അങ്ങനെ മരണപ്പെട്ടവർ നുഷിറു, അവരെ യാത്രയാക്കപ്പെട്ടു, മിൻ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ നിന്ന്, മരണപ്പെട്ടവരെ ഖബറിൽ നിന്ന് യാത്രയാക്കുമ്പോൾ അവർ പറയില്ലേ, മം ബഅസനാ മിൻ മർക്കദിനാ ഹാദാ, നമ്മുടെ ഈ ഉറക്കറയിൽ നിന്ന് നമ്മളെ ആരാ ഉണർത്തിയതെന്ന്, അതുപോലെ ആയിരിക്കും ഇവർ എഴുന്നേറ്റ് വരുന്നതെന്ന് ഈ പറഞ്ഞതിനർത്ഥം. അയ്യുഹൽ വലതു, മോനെ, റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഫി വസായ ലുഖ്മാൻ അൽ ഹക്കീമി, ലുഖ്മാൻ അൽ ഹക്കീം അലൈഹി ഇസ്ലാമിന്റെ വസിയത്തുകളുടെ കൂട്ടത്തിൽ, ലിബിനി, തന്റെ മകനോടുള്ള വസിയത്ത്, അന്നഹുകാൽ, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ യകൂനന്ന ദീഖു, പൂവൻ കോഴി ആവുകയെ ചെയ്യരുത്, അക്യസമിങ്ക, നിന്നേക്കാൾ ബുദ്ധിമാനാവരുത്. കാരണം യുനാദി, അത് വിളിച്ച് കൂകും, ബിൽ അസ്ഹാരി, സഹറിന്റെ സമയത്ത്, പാന്ത നീയാണെങ്കിൽ ഞാനും കിടന്ന് ഉറങ്ങുന്നവൻ, അങ്ങനെ ആവരുത്. പൂവൻ കോഴിക്ക് മുമ്പ് നീ എഴുന്നേക്കണം, അങ്ങനെ നീ ബുദ്ധിമാനാകണം. വലഖദ് അഹ്സനമൻ ഖാല, വലഖദ് അഹ്സനമൻ, ഒരാൾ എത്രയോ നന്മ ചെയ്തു, അയാൾ പറഞ്ഞു, ഷിഅറൻ, പദ്യത്തെ, ലഖദ് ഹതഫത് ഫി ജുൻഹി ലൈലിൻ ഹമാമത്തുൻ അലാ ഫനനിൻ വഹനൻ വഇന്നീ ലനായിമു. ലഖദ് ഹതഫത്, കുറുകി, ശബ്ദിച്ചു, ഫി ജുൻഹി ലൈലിൻ, രാത്രിയുടെ ചില യാമങ്ങളിൽ കുറുകി ശബ്ദിച്ചു, ഹമാമത്തുൻ, മാടപ്രാവ്, അലാ ഫനൻ, മരക്കൊമ്പുകളിൽ ഇരുന്നിട്ട്, വഹിനൻ, അതിന്റെ ആ മാടപ്രാവിന്റെ ദുർബലതയുടെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഇങ്ങനെ ശബ്ദിച്ചു. വൈന്നീലനായും, ഞാനാണെ കിടന്ന് ഉറങ്ങുവാൻ പോത്തിനെ പോലെ. കദബ്തു വബൈത്തില്ലാഹി ലൗ കുന്തു ആശിഖ ലമാ സബഖത്നി ബിൽ ബുകാഇൽ ഹമായിമു. കദബ്തു, ഞാൻ കള്ളമാണ് പറഞ്ഞത്, വബൈത്തില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ ഭവനത്തിനെ തന്നെ സത്യം, ലൗ കുന്തു ആശിഖ, അഥവാ ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്കുള്ളവനായിരുന്നെങ്കിൽ,
ലമാ സബക്കത്തിന് എന്നേക്കാൾ മുൻകടക്കുമായിരുന്നില്ല ബിൽ ബുക്കായി കരഞ്ഞിട്ട് അൽ ഹമായിമു മാടപ്രാവുകൾ എന്നേക്കാൾ മുമ്പേ എഴുന്നേക്കുമായിരുന്നില്ല, അവകൾ കരയുമായിരുന്നില്ല. ഞാൻ ആദ്യം എഴുന്നേറ്റ് കരയുമായിരുന്നു. ഞാൻ ആശിക്കാണെന്ന് പറയുന്നതെല്ലാം കള്ളവാണ്. ഞാൻ വാദിക്കുന്നു, അന്നി ഹായിമുൻ, ഞാൻ ഹായിമാണെന്ന് വാദിക്കുന്നു, പ്രേമ പാരവശ്യത്തിൽ പരിഭ്രാന്തനാണെന്ന്. ദൂ സബാബത്തിൽ, ഞാൻ പ്രേമമുള്ളവനാണ്. എൻ്റെ റബ്ബി, എൻ്റെ റബ്ബിനോട് എനിക്ക് പ്രേമമുണ്ട്, ഞാൻ അതിൽ പരിഭ്രാന്തനാണെന്ന് ഞാൻ വെറുതെ വാദിക്കുകയാണ്. പല അബുക്കി, ഞാൻ കരയുന്നില്ല. തബുക്കിൽ ബഹായ്, മൃഗങ്ങൾ അള്ളാനെ പേടിച്ച് കരയുന്നു. വലുതു മോനെ, ഖുലാസത്തുൽ ഇൽമി, ഇൽമിന്റെ ആകെ അതിന്റെ സത്ത്, അൻ തഅലമ താഅത വൽ ഇബാദത, നീ അറിയലാണ് ഈ താഅത്തിനെയും ഇൽമിനെയും ഇബാദത്തിനെയും. മാഹിയാത് എന്താണെന്ന് അറിയലാണ് ഇൽമിന്റെ സത്ത്. താഅത്ത് എന്താണ്, പിന്നെ അമൽ എന്താണ്, താഅത്ത് എന്താണ്, ഇബാദത്ത് എന്താണെന്ന് തിരിച്ചറിയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ അറിയണം, അന്ന താഅത്ത വൽ ഇബാദത്ത, താഅത്തും ഇബാദത്തും മുതാബഅത്തു ശാരിഇ, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. താഅത്ത് എന്ന് പറഞ്ഞാൽ ശാരിആയ അള്ളാഹുവിനെ പിൻപറ്റുക, ഫിൽ അവാമിരി വൻ നവാഹി, കൽപ്പനകളിലും നിരോധനങ്ങളിലും, ബിൽ ഖൗലി വൽ ഫിഅലി, ഖൗല് കൊണ്ടും ഫിഅല് കൊണ്ടും പിൻപറ്റുക. യഅനി, അതായത് കുല്ലുമാ തഖൂലു വ തഫ്അലു, നീ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം, തത്രുക, നീ ഉപേക്ഷിക്കുന്നതും, യകൂൻ, അതാകണം, ബിഖ്തിദാഇ ശറഇ, ശറഇന്റെ പിൻപറ്റൽ കൊണ്ടാകണം, ശറഇന്റെ പിൻപറ്റലിലൂടെ ആകണം. നീ സംസാരിക്കുന്നത് ശറഇനെ പിൻപറ്റിക്കൊണ്ട്, നീ പ്രവർത്തിക്കുന്നത് അത് തന്നെ, നീ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നത് ശറഇനെ പിൻപറ്റിക്കൊണ്ട്. ഏതുപോലെ കമാ ലൗ സുംദ, നീ നോമ്പ് പിടിച്ചാൽ, യോമൽ ഈദി, നീ പെരുന്നാൾ ദിവസം നോമ്പ് പിടിച്ചു, അയ്യാമത്തെ ശരിക്കിന്റെ ദിവസവും, തക്കൂന ആസിയൻ, നീ തെറ്റുകാരനാകും, നീ ചെയ്യാൻ പാടില്ല, അത് ശരീഅത്തിന് വിരുദ്ധമാണ്. അല്ലെങ്കിൽ സ്വല്ലീത്ത, നീ നിസ്കരിച്ചു, ഫി സൗബിൻ മഹസൂബിൻ, പിടിച്ചു പറിക്കപ്പെട്ട തട്ടിയെടുക്കപ്പെട്ട വസ്ത്രം കൊടുത്തുകൊണ്ട് നിസ്കരിച്ചു. വൈങ്കാന സൂറത്തൻ, അതാണെങ്കിലും വൈങ്കാനത്ത്, ആ നമസ്കാരം സൂറത്ത് ഇബാദത്തിന്റെ കോലമാണെങ്കിലും, താസിമോ, നീ തെറ്റുകാരനായി തീരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.